എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്റ്റാൻലി അപ്പച്ചനോട് ചോദിക്കുന്നുണ്ടായിരുന്നു വൈജയന്തിയും സ്റ്റാൻലിയും തമ്മിലുള്ള കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വൈജയന്തിയുടെ വീട്ടുകാരുമായിട്ട് അപ്പച്ചനൊരു രഹസ്യധാരണ ഉണ്ടായിരുന്നില്ലേന്ന്. അപ്പോൾ അപ്പച്ചനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലാന്ന്. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, പിന്നെ ഞാൻ എങ്ങനെ ആഗ്രഹിക്കുന്ന പുനലൂർ എത്തിയ കാര്യം വൈജയന്തിയുടെ വീട്ടുകാർ അറിഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരെ വിളിച്ചറിയിച്ചതൊന്നുമല്ല, അവർ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചതാണ് നീ നാട്ടിൽ വന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നീ എന്നാ പോകുന്നതെന്ന് അവർ ചോദിച്ചു. അപ്പം അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഉടനെ ഒന്നും പോവില്ല എന്നും പറഞ്ഞു എന്ന് പറയൂ കേട്ടോ. അങ്ങനെയാണ് അവരത് അറിഞ്ഞതെന്ന് പറയുന്നുണ്ട്, വൈജയൻ്റെ അവിടുന്ന് പിടിച്ചു കൊണ്ടുവന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അന്ന് എനിക്കതിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എനിക്കിങ്ങനെ എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. അന്ന് കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലായിരുന്നു, ഇപ്പം എനിക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുന്നുണ്ട് എന്ന് പറയുകയാണ്. പിന്നീട് അപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, അത് മാത്രമല്ലല്ലോ നീ ഇങ്ങനെ അന്ന് ബൈക്ക് ആക്സിഡൻറ്റ് സംഭവിച്ച് ഒരുപാട് 3-4 മാസം കോമയിലും അതുപോലെ തന്നെ വെന്റിലേറ്ററിലും ICUയിലൊക്കെ ആയിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ബൈക്ക് ആക്സിഡൻറ്റും വൈജയന്തിയുടെ വീട്ടുകാരുടെ ഒരു പ്ലാനിങ് തന്നെയായിരുന്നു എന്ന് എനിക്കിപ്പോൾ അറിയാം. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജോർജ് മരിച്ചു പോയല്ലോ, അന്ന് കേസ് കൊടുത്തപ്പോൾ അപ്പച്ചന് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ആ കേസ് തള്ളിപ്പോയത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ സ്റ്റാൻലി. അപ്പോൾ അപ്പച്ചൻ പറയുന്നുണ്ട്, എന്നാ കേസാടാ, അതിനൊരു തെളിവുണ്ടായിരുന്നില്ല, നിൻ്റെ ബൈക്കിന് വന്ന് ഇടിച്ച വണ്ടി ഒരു തെളിവുണ്ടായിരുന്നില്ല, ആ അപകടം കണ്ടവർ ആരുമില്ല, പിന്നെ എങ്ങനെ, അതുകൊണ്ടാണ് അത് അത്ര ഇങ്ങനെ ശ്രദ്ധിക്കാതിരുന്നത്, പിന്നെ ഞങ്ങൾക്ക് നിൻ്റെ ജീവനായിരുന്നു വലുത്, നീ കോമയിൽ കിടക്കില്ലായിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരുപാട് വർഷം മുന്നേ നടന്ന കാര്യമല്ലേ, നീ അതൊക്കെ വിട്ടേക്ക്, അതൊന്നും ആലോചിക്കേണ്ടെന്നൊക്കെയാണ് കേട്ടോ അപ്പച്ചൻ പറയുന്നത്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് 10-23 വയസ്സായ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് അറിയുമ്പോൾ അത് ഇങ്ങനെ അന്വേഷിക്കണ്ടേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന സമയത്ത്, അങ്ങനെയാണെങ്കിലും ആ കുട്ടിക്ക് ഇപ്പോൾ കല്യാണപ്രായമായിട്ടുണ്ടാവും എന്നൊക്കെയാണ് അപ്പച്ചൻ പറയുന്നത് കേട്ടോ. വെറുതെ ഓരോന്നെടുത്ത് തലയിൽ വെക്കാൻ നിൽക്കണ്ട, അടയ്ക്കാണെങ്കിലും മടിയിൽ വെക്കാം, ഇതിപ്പോൾ കവുങ്ങായി പോയില്ലേ എന്നൊക്കെ പറയുകയാണ്. ആ കാര്യം വിട്ട് കളയാനാണ് കേട്ടോ അപ്പച്ചൻ പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രനെ അലീനയാണ്. അപ്പോൾ അലീനയാണെങ്കിൽ ഇവിടെ പത്രം വായിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുപോയി കൊച്ചേന്ന്, ആ പത്രം ഇങ്ങ് കൊണ്ടുവരാനാട്ടോ പറയുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ചായ കുടിച്ചിട്ടേ പത്രം തരത്തുള്ളൂ, അല്ലെങ്കിൽ ചായ ചൂടാറിപ്പോവും എന്ന് പറയുകയാണ്. പിന്നീട് ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ചായ എടുത്ത് കുടിക്കും. പിന്നീട് അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെ വിളിച്ച ആൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഒന്നും പറഞ്ഞില്ല, നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാമെന്നൊക്കെയാണ് കേട്ടോ ബാലേന്ദ്രൻ പറയുന്നത്. അപ്പോൾ ഇനിയും വെയിറ്റ് ചെയ്യണോ, ഒരു പ്രതീക്ഷയില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷ കൈവിടൊന്നും വേണ്ട എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛാ, നമുക്ക് വേറെ വഴി നോക്കുന്നതല്ലേ നല്ലത്, അവിടെ കോൺവെൻറ്റിൽ ഒരു ആയന് ഇങ്ങനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോട്ടെ, കഴക്കൂട്ടത്തേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്ര രൂപ ശമ്പളം കിട്ടുമെന്ന് നോക്കുമ്പോൾ ശമ്പളമൊക്കെ കുറവായിരിക്കും. അപ്പോൾ അവിടെ എന്താ ജോലി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കോൺവെൻറ്റ് നടത്തിയ സ്നേഹനികേതനത്തിൽ അവിടെ ഇങ്ങനെ നടത്തിയിരുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ അവിടെ കോൺവെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ സ്കൂളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, LKG കുട്ടികളെ UKG കുട്ടികളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ആയേനെ ആവശ്യമുണ്ട്, അങ്ങോട്ടേക്ക് പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ നീ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യേ എന്നാണ് കേട്ടോ പറയുന്നത്. ബാലചന്ദ്രൻ അങ്ങനെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണോ, ഇത് പറഞ്ഞ വാക്കിനൊരു വില വേണ്ടേ, ഇത് ഇന്ന് നാളെ എന്ന് പറഞ്ഞ് എത്ര ദിവസമാണെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ബാലേന്ദ്രൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിനക്ക് എന്താ ഇത്ര ധൃതി, അതുപോലെ നിനക്ക് ഈ വീട്ടുകാരെയും ഇവിടെ ഉള്ളവരെയൊക്കെ മടുത്തോ, അതുകൊണ്ടാണ് നീ പോകാൻ തിരക്ക് കൂട്ടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയാലല്ലേ മാഡത്തിന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്നാണ് അലീന പറയുന്നത്, അതുകൊണ്ടാണ് അലീന പെട്ടെന്ന് പോകാമെന്നൊക്കെ പറയുന്ന സമയത്ത്, നിൻ്റെ മാഡം ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ എന്നാ ചെയ്യാനാ, നീ വിചാരിക്കുന്നത് മാഡം തിരിച്ചു വന്നാൽ ഇവിടെ പാലും തേനൊക്കെ ഒഴുക്കുന്നതാണ്, ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല, നിൻ്റെ മാഡം എന്നാ വരയ്ക്കല്ലാതെ എന്ന് പറയൂ കേട്ടോ. ബാലേന്ദ്രൻ ഭയങ്കര ദേഷ്യത്തിലാണ് പറയുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു, അച്ഛൻ ഇങ്ങനെ ചൂടാവല്ലേ എന്ന് പറഞ്ഞിട്ട് അലീന ഇങ്ങനെ അവിടുന്ന് പോകട്ടോ. പിന്നെ അലീനയ്ക്ക് എന്തോ പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ബാലേന്ദ്രൻ ഭയങ്കര ദേഷ്യത്തിലായതുകൊണ്ട് ഒന്നും മിണ്ടാതെ അങ്ങ് പോവാണ്. പിന്നീട് ആൻ്റപ്പനും പൗലോസും കൂടെ സംസാരിക്കുന്നുണ്ട്. ആൻ്റപ്പനാണെങ്കിൽ കാറെല്ലാം കഴുകിയിട്ടാണ് കേട്ടോ. അപ്പോൾ ദൂരയാത്ര ഉണ്ടെങ്കിൽ മാത്രം എടുക്കുന്ന കാറാണ് കേട്ടോ അത്. അപ്പോൾ അവരതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, എങ്ങോട്ടാണാവോ യാത്ര, ആ പാലക്കാരൻ വന്ന് പോയതിന് ശേഷം എന്തൊക്കെയോ വശപ്പശക്ക് ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പൗലോസാണെങ്കിലും ആൻ്റപ്പ ചേട്ടനോട് പറയുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ സംസാരിക്കുകയാണ്. അപ്പോഴാണ് സ്റ്റാൻലി പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങി വരുന്നത് കേട്ടോ. സ്റ്റാൻലിനെ കാണുമ്പോൾ രണ്ടുപേരും ഭയങ്കര ബഹുമാനത്തോടു കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്റ്റാൻലി വന്നിട്ട് കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു, അതങ്ങ് ആൻ്റപ്പൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയും എന്നിട്ട് കീ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൻ്റപ്പനാണെങ്കിൽ ബാഗ് കയ്യിലുള്ളതുകൊണ്ട് കീ എടുക്കാനും പറ്റുന്നില്ല. ആ ബാഗ് താഴെ വയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും സ്റ്റാൻലി കീ എന്ന് പറഞ്ഞ് ആൻ്റപ്പ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വിളിക്കുകയാണ് കേട്ടോ. എന്തായാലും പിന്നീട് പൗലോസിൻ്റെ കയ്യിൽ ആ ബാഗ് കൊടുത്തിട്ട് കീ അങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ട് പിന്നീട് സ്റ്റാൻലി ആണെങ്കിലും കാറിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് ബാഗ് ആൻ്റപ്പൻ്റെ കയ്യിലാണല്ലോ കൊടുത്തത്, ആൻ്റപ്പ ബാഗ് എന്ന് പറയും. അപ്പോഴേക്കും ബാഗ് ആൻ്റപ്പൻ കൊണ്ടുപോയിട്ട് സീറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ കാറൊക്കെ ഒന്ന് സ്റ്റാർട്ടാക്കി കുറച്ച് സമയമൊക്കെ ഒന്ന് എല്ലാം ഒന്ന് നോക്കി ഇതാക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ പേടിച്ചാണ് നിൽക്കുന്നത്. പിന്നീട് സ്റ്റാൻലി ആണെങ്കിൽ വണ്ടി എടുത്ത് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ.
അങ്ങനെ പോയി കഴിയുന്ന സമയത്ത് പിന്നീട് ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലേന്ദ്രനാണെങ്കിൽ പുറത്തേക്ക് കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് കേട്ടോ. അപ്പോൾ അലീന ഒരു ഗ്ലാസ് ചായ കൊണ്ട് വരുന്നുണ്ടായിരുന്നേ. ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ അങ്ങോട്ടേക്ക് താഴെ വരുമായിരുന്നല്ലോ, എന്തിനാ ഇങ്ങോട്ട് വന്ന് പറയുമ്പോൾ ഇത് ഞാനൊരു എക്സസൈസായി കൂട്ടിക്കോളാം എന്ന് പറയുന്നുണ്ട്. അച്ഛൻ 5 മിനിറ്റ് കൊണ്ട് താഴേക്ക് വരില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടല്ലേ പോകത്തുള്ളൂ, രോഹിത് അവിടെ കാത്തു നിൽക്കുകയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അവൻ്റെ ബൈക്ക് ശരിയായില്ലേ എന്ന് നോക്കുമ്പോൾ ഇല്ലേ ശരിയായിട്ടില്ല എന്ന് പറയും കേട്ടോ. 2 ദിവസം കൂടെ കഴിയുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സ്റ്റാലിയുടെ കോള് വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറഞ്ഞിട്ട് അലീനേനെ പെട്ടെന്ന് അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് സ്റ്റാലിയുടെ കോള് അറ്റൻഡ് ചെയ്യുന്നത് ബാലേന്ദ്രൻ. അപ്പോൾ സ്റ്റാലി വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ബാലേന്ദ്രനെ ഒന്ന് നേരിട്ട് കാണണം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല, എപ്പോൾ വേണേലും കാണാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എപ്പോഴാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അരമണിക്കൂറാവും അങ്ങോട്ടേക്ക് എത്താനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എവിടെ വെച്ചാൽ കാണുന്നത്, എൻ്റെ കടയിൽ വെച്ചാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ എത്തിയിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് സ്റ്റാൻലി ആണെങ്കിൽ കോള് കട്ട് ചെയ്യാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാതെയാണ് വന്നത്, ശരിക്കും നിങ്ങളോട് പറഞ്ഞിട്ട് വരണമായിരുന്നു, അതിൽ സോറിയൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാനും നിങ്ങളോട് പറഞ്ഞിട്ട് അല്ലല്ലോ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പിന്നീട് സ്റ്റാൻലി ഹോട്ടൽ റൂമിൽ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹോട്ടൽ റൂമിലെത്തും, ബാലേന്ദ്രനും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് രോഹിതിനെ ഏതോ ഒരു ഫ്രണ്ട് വന്നിട്ട് കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അലീനയോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും എന്തോ ഒരു ടെൻഷനുള്ള പോലെയൊക്കെ അലീനയ്ക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ, അലീന അച്ഛൻ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓക്കെ ആണല്ലോ, എനിക്ക് ടെൻഷനൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അല്ല, ഞാൻ ചായയും കൊണ്ടുവരുന്ന സമയത്ത് അച്ഛന് ഓക്കെ ആയിരുന്നു, ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, അതിനുശേഷം അച്ഛൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും അച്ഛനൊന്നും സംസാരിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ, ആണല്ലേ, അത് ഞാൻ കടയിൽ എന്തോ കാര്യം ഓർത്തതാണെന്ന് പറയട്ടോ. അപ്പോൾ അച്ഛൻ കടയിലെ കാര്യങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആളല്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന. അപ്പോൾ നിനക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ അല്ലേ, എന്നാലും നിന്നെ വിശ്വസിക്കാൻ എനിക്കിപ്പോൾ സമയമില്ല, ഞാൻ പോയി വന്നിട്ട് വിശ്വസിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ കാറിലേക്ക് കയറും കേട്ടോ. അപ്പോൾ വീണ്ടും സ്റ്റാലിയുടെ കോൾ വരുന്നുണ്ട്. ഹോട്ടൽ റൂമിലെത്തി, ഹോട്ടൽ റൂമും അതുപോലെ തന്നെ ഹോട്ടലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയാം, എൻ്റെ സുഹൃത്തിൻ്റെ ഹോട്ടൽ തന്നെയാണ്, അങ്ങോട്ടേക്ക് വന്നോളാമെന്ന് അറിയാം. അപ്പോൾ പോകാൻ നിൽക്കുന്ന സമയത്തും ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അപ്പോഴും അലീനയെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്തോ മറന്നു എന്ന് തോന്നുന്നുണ്ട്, എന്താണെന്ന് ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ എൻ്റെ റൂം ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് കീ എവിടെയോ വെച്ചു എന്ന് പറയുമ്പോൾ അച്ഛൻ അങ്ങനെ റൂം ലോക്ക് ചെയ്യുന്ന ആളല്ലല്ലോ എന്ന് പറയുമ്പോൾ അതാ എനിക്കൊരു സംശയം, നീ ഒന്ന് പോയി നോക്കാവോ എന്ന് ചോദിക്കും. അങ്ങനെ അലീന അവിടെ നിന്ന് പോകട്ടോ. അതിനുശേഷം ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട്, നീ ഇങ്ങനെ ഇറങ്ങാറായോ എന്ന് ചോദിക്കും. 10 മിനിറ്റ് കൊണ്ട് ഇറങ്ങുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരണേന്ന് പറയും കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ ഞാൻ എന്നാൽ 5 മിനിറ്റ് കൊണ്ട് ഇറങ്ങാം, ഇങ്ങോട്ടേക്കാണ് വരണ്ടേന്ന് നോക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ കോള് കട്ട് ചെയ്യും കേട്ടോ. അതിനുള്ള മറുപടിയൊന്നും ഗോവർദ്ധന് കൊടുക്കുന്നില്ല. അങ്ങനെ അലീന മുകളിലൊക്കെ പോയി റൂമെല്ലാം പൂട്ടിയിട്ടുണ്ടോ എന്ന് നോക്കി വരുമ്പോഴേക്കും ബാലേന്ദ്രൻ പോയിട്ടുണ്ട്. അപ്പോൾ പോയോ എന്ന് ചോദിച്ചിട്ട് അലീന വീണ്ടും അകത്തേക്ക് കയറുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ശരണ്യനെ വിളിക്കുന്നുണ്ടായിരുന്നു. ശരണ്യയ്ക്ക് എക്സാം ആയതുകൊണ്ട് ശരണ്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അലീന 2-3 ദിവസമായിട്ട് ശരണ്യനെ വിളിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അവർ യാത്രയൊക്കെ പോയതായിരുന്നല്ലോ. അലീന ശരണ്യനോട് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിളിക്കാത്തതിൻ്റെ പരിഭവമൊക്കെ ഇങ്ങനെ ശരണ്യ പറയുന്ന സമയത്ത്, നിന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്, പോയി വന്നിട്ട് വിളിക്കത്തുള്ളൂ എന്ന്. അപ്പോൾ ശരണ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ചേച്ചി വന്നിട്ട് 2 ദിവസമൊക്കെ ആയില്ലേ, എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ എന്ന്. ആഹാ, അപ്പോൾ നീ ഇവിടെ സ്പൈ വർക്കിന് ആളെ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് അലീനയാണെങ്കിലും ഇങ്ങനെ കുറച്ച് കുശലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ശരണ്യ ചോദിക്കുന്നുണ്ട്, ചേച്ചി അവിടെ നിന്ന് പോവാന്ന് പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പോകണം എന്ന് പറയുന്നുണ്ട്. ചേച്ചി പോകണ്ടെന്ന് അലീനയോട് ഇങ്ങനെ പറയാനായിട്ട് ശരണ്യ. അപ്പോൾ നീ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും നിന്നെ കാണാൻ വരും, അതുപോലെ തന്നെ നിന്നെ ഫോണൊക്കെ വിളിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരണ്യയ്ക്ക് അലീന പോകുന്നതിനോട് ഒട്ടും താല്പര്യമില്ല കേട്ടോ. പിന്നീട് അമ്മ അടുത്തുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ പറയും കേട്ടോ. അപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട്, എന്നോട് സംസാരിച്ച് കഴിഞ്ഞു എന്ന്. അപ്പോൾ നീ ഫോൺ അമ്മയ്ക്ക് കൊടുക്കടി എന്ന് പറയും. അങ്ങനെ പിന്നെ ശരണ്യയുടെ അമ്മേനോടും സംസാരിക്കുകയാണ് കേട്ടോ. ശരണ്യനെ പറ്റി ചോദിക്കുന്നുണ്ട്, അവൾ നന്നായിട്ട് പഠിക്കുന്നില്ലേ, അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, അവൾ ഇങ്ങനെ ഓക്കെയാണ്, അതുപോലെ തന്നെ ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നൊന്നുമില്ല, ആവശ്യത്തിനൊക്കെ കഴിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, അവളെ നന്നായിട്ട് നോക്കണേ എന്നൊക്കെ ഇങ്ങനെ ശരണ്യയുടെ അമ്മേനോട് ഇങ്ങനെ പറയാനായിട്ട്. അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ്